Dear students, very good morning all. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റിലെ തേർഡ് മൊഡ്യൂൾ റേഷ്യോ അനലൈസിസ്. അക്കൗണ്ടിംഗ് ഇൻഫോർമേഷന് അനലൈസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷന്റെ അടുത്ത ടോപ്പിക്കാണ് റേഷ്യോ അനലൈസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് റേഷ്യോ അനലൈസിസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് അനലൈസ് ചെയ്യുക, അതുപോലെ ഇന്റർപ്രിട്ടേഷൻ നടത്തുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, then ratio analysis is an important technique of analysis of financial statement. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരുന്നാലും അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആയിരുന്നാലും ബാലൻസ് ഷീറ്റ് ആയിരുന്നാലും അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്സ് ആണ് റേഷ്യോ അനലൈസിസ് എന്ന് പറഞ്ഞാൽ. റേഷ്യോ ഈസ് വൺ നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അനദർ നമ്പർ. ഇപ്പോൾ രണ്ട് നമ്പറുകളെ കമ്പാരിസൺ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് നമ്പറുകളെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് റേഷ്യോ അനലൈസിസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. ഇപ്പോൾ രണ്ട് വാല്യൂസ് തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് ഐറ്റംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യാണ് റേഷ്യോ അനലൈസിസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ബൈ ഡിവൈഡിങ് വൺ നമ്പർ ബൈ ദ അതർ നമ്പർ. ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? റേഷ്യോസ് കിട്ടുക. അപ്പോൾ രണ്ട് ഫാക്ട്, മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ രണ്ട് ഇവന്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലെ രണ്ട് ഇവന്റ്, ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്തിട്ടാണ് റേഷ്യോസ് ഫൈൻഡ് ചെയ്യുക. then what do you mean by accounting ratio? നമ്മൾ ജനറൽ ആയിട്ട് റേഷ്യോസ് എന്താണെന്ന് പറഞ്ഞു. then what is accounting ratios? accounting ratios എന്ന് പറഞ്ഞാൽ റേഷ്യോ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസിനെ ഉപയോഗിച്ചാണെങ്കിൽ that are called accounting ratios. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന്. ഏതെല്ലാമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഒന്ന് മേജർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഇൻഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റേഷ്യോ കാണുന്നത്. ബാലൻസ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലുള്ള ഫിഗേഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയാം. That means ratio calculated on the basis of accounting information are called accounting ratios. Then ratios calculate ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡാറ്റ അനലൈസ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്യാം. സപ്പോസ് ഒരു യൂണിറ്റിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സപ്പോസ് റുപ്പീസ് 1 lakh. ഫേമിന്റെ നെറ്റ് പ്രോഫിറ്റ് റുപ്പീസ് 1 lakh. Okay, then sales of that unit, rupees 1 crore. ഇപ്പോൾ ഇവിടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് നല്ല ഒരു പൊസിഷനിലാണ്. ദാറ്റ് മീൻസ് ആ ഫേമിന്റെ നെറ്റ് പ്രോഫിറ്റ്, ദാറ്റ് മീൻസ് ആഫ്റ്റർ ഡിഡക്ടിങ് ദ ടാക്സ് ഡിഡക്ട് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് റുപ്പീസ് 1 lakh. അതുകൊണ്ട് ആ ഒരു യൂണിറ്റിന് 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഒരു പൊസിഷനിലാണ് കമ്പനി നിൽക്കുന്നത്. ബട്ട് ഇറ്റ് കമ്പയർ വിത്ത് സെയിൽസ്, കറസ്പോണ്ടിങ് ഇയറിലെ സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ പ്രോഫിറ്റബിലിറ്റി ഈ 1 lakh റുപ്പീസ് എന്ന് പറയുന്നത് അത്ര ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് അല്ല. കാരണം 1 crore സെയിൽസ് ഉണ്ടായിട്ട് 1 lakh പ്രോഫിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ 1% ആണ്. എങ്ങനെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക? പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, then net profit rupees 1 lakh, then sales rupees 1 crore, then into 100, only 1%. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ അതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത്ര ഫേവറബിൾ ഇവന്റ് അല്ല. കാരണം സെയിൽസിന്റെ വോളിയം 1 crore ആണ്,
ആ സമയത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓൺലി 1 lakh. അപ്പോൾ സെയിൽസ് ടേൺ ഓവറുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പെർസെൻറ്റേജ് പറയുന്നത് ഓൺലി 1% ആണ്. ബട്ട് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ഇവന്റിനെ മാത്രം കൺസിഡർ ചെയ്ത് പോവുകയാണെങ്കിൽ ആ യൂണിറ്റിന്റെ പ്രോഫിറ്റ് 1 lakh ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. അപ്പോൾ 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഫേമിന് സാധിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അപ്പോൾ രണ്ട് ഫിഗറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് അനലൈസിസ് പ്രോസസ് നടക്കുന്നത്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ രണ്ട് ഇവന്റ് ആണ്. ദാറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഉള്ളതാണ്, സെയിൽസും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുത്തുകൊണ്ട് ഒരു അനലൈസിസ് പ്രോസസ് കണ്ടക്ട് ചെയ്തതാണ്. എന്താണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എടുത്തപ്പോൾ അത്ര ഫേവറബിൾ അല്ല എന്നുള്ള ഒരു നെഗറ്റീവ് ഇൻഫോർമേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റേഷ്യോസ് ഫൈൻഡ് ചെയ്തുകൊണ്ട് ആണ്, അല്ലെങ്കിൽ ഈ ഒരു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും എന്തുണ്ടാവുക, ഇതിന്റെ അനലൈസിസ് പ്രോസസ്സ് നമ്മൾ കണ്ടക്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തീരുമാനത്തിൽ ഇതൊരു നെഗറ്റീവ് ഇംപ്രഷൻ ആണ് എന്തുണ്ടാക്കുന്നത്, ഫേമിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഓൺലി 1% ആണ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് ഡാറ്റാസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അക്കൗണ്ടിങ് റേഷ്യോസ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പ്രഷൻ ഓഫ് റേഷ്യോ. Expression of ratio. Ratio can be expressed in 4 ways. Number 1, proportion. Number 1, proportion. Number 2, percentage. Percentage. Number 2, percentage. Number 3, times. Then number 4, fraction. ഈ 4 വേസിലൂടെയാണ് റേഷ്യോസ് എക്സ്പ്രസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം പ്രൊപ്പോർഷൻ ബേസിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ രണ്ട് ഫിഗർ തമ്മിൽ ഡിവൈഡ് ചെയ്യലാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇപ്പോൾ ഇതിന്റെ ഒരു കോമൺ ഫാക്ട് എന്ന് പറയുന്നത്, അതായത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ഡിനോമിനേറ്റർ 1 ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരു കറണ്ട് റേഷ്യോ കാണുന്നു, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാണുന്നു, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണുന്നു. സോ 2:1 എന്നുള്ള കോമൺ ഫാക്ട് ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 2:1 ആണ് കറണ്ട് റേഷ്യോന്. അപ്പൊ ഇതിന് ഓരോന്നിന്റെയും റേഷ്യോസിന് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഡിനോമിനേറ്റർ സെക്കൻഡ് ഫാക്ട് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റേഷ്യോസ് അനലൈസ് ചെയ്യുന്ന സമയം എല്ലായ്പ്പോഴും ഇതിന്റെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് രണ്ട് ഫിഗർ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് റേഷ്യോന്റെ കേസിൽ 2:1 ആണ് സ്റ്റാൻഡേർഡ് റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2:1 കൂടുതൽ പോവുകയാണെങ്കിൽ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള, അല്ലെങ്കിൽ ആ ഒരു ഫേമിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുന്നത് ഹൈ ലെവലിലാണ്, അല്ലെങ്കിൽ കമ്പനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഇവന്റ് ആണ്. എന്നാൽ ഈ 2:1 എന്നതിനേക്കാൾ ലെസ് ദാൻ പൊസിഷനിലാണ് കമ്പനിന്റെ കറണ്ട് റേഷ്യോസ് ഒക്യുപ്പൈ ചെയ്തതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കമ്പനിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോൾവൻസി കപ്പാസിറ്റി എന്ന് പറയുന്നത് ലോവർ ലെവലിലാണ്. അങ്ങനെയാണ് ഇന്റർപ്രിട്ടേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് ലെവല് അല്ലെങ്കിൽ ആ ഒരു പ്രൊപ്പോർഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മളിത് ഫൈൻഡ് ചെയ്യുന്ന സമയം ഒരു എക്സാമ്പിൾ കൊടുക്കാം. അതായത് അസറ്റിന്റെയും അതുപോലെ ലാബിലിറ്റീസിന്റെയും. നമുക്കറിയാം കറണ്ട് അസറ്റിന്റെ വോളിയം കൂടുന്തോറും കമ്പനിക്ക് വർക്കിംഗ് ക്യാപിറ്റലിന്റെ വോളിയം കൂടുകയാണ് ചെയ്യുക. എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ചെയ്യുക? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റിന്റെ വോളിയം കൂടുകയും കറണ്ട് ലാബിലിറ്റീസിന്റെ വോളിയം കുറയുകയും ചെയ്യുമ്പോൾ കമ്പനിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡേ ടു ഡേ അഫയേഴ്സിന് യൂസ് ചെയ്യുന്ന ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ഒരു ഫർണിച്ചർ അല്ലെങ്കിൽ ഒരു മെഷീനറി, ഒരു വെഹിക്കിൾ, ഇതൊക്കെ പറയുന്നത് കമ്പനീന്റെ മണി പവർ അല്ലെങ്കിൽ കമ്പനീന്റെ ഡേ ടു ഡേ അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇക്കണോമിക് പവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് അല്ല. അതേസമയത്ത് ബാങ്ക് ബാലൻസ്, ദെൻ ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, പിന്നെ അതുപോലെ ലാബിലിറ്റീസ്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇതൊക്കെ നമുക്ക് ഫേസ് ചെയ്യാൻ
കറണ്ട് അസറ്റിന്റെ പൊസിഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവിടെയാണ് ഇവിടെ പ്രൊപ്പോർഷൻ എങ്ങനെയാണ് എന്ന് നോക്കുന്നത്. ദാറ്റ് മീൻസ് കറണ്ട് അസറ്റിന്റെയും കറണ്ട് ലാബിലിറ്റിന്റെയും തമ്മിലുള്ള പ്രൊപ്പോർഷൻ, നെറ്റ് പ്രോഫിറ്റിന്റെയും സെയിൽസിന്റെയും പ്രൊപ്പോർഷൻ, ഗ്രോസ് പ്രോഫിറ്റിന്റെയും സെയിൽസിന്റെയും പ്രൊപ്പോർഷൻ എങ്ങനെയാണ്, സെയിൽസ് എത്രമാത്രം ഉണ്ടായിട്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സെയിൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നെറ്റ് പ്രോഫിറ്റിന്റെ വോളിയം എങ്ങനെയാണ് എന്ന് നോക്കുന്നത്. അപ്പോൾ സെയിൽസിന് ആനുപാതികമായിട്ട് ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫേവറബിൾ ഇവന്റ് ആണ്. ദെൻ കറണ്ട് ലാബിലിറ്റിയെ ഓവർകം ചെയ്യുന്നതിനപ്പുറത്തേക്ക് മോർ ദാൻ ലെവലിൽ കറണ്ട് അസറ്റ്സ് ഉണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. വർക്കിംഗ് ക്യാപിറ്റൽ കൂടും തോറും കമ്പനിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ കൂടിക്കൊള്ളുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ ഒരു കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് 1,50,000. ഓക്കെ, കറണ്ട് അസറ്റ്സ് 1,50,000. കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്നത് 50,000. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആണ്. കറണ്ട് അസറ്റ് 1,50,000 ആണ്, കറണ്ട് ലാബിലിറ്റി 50,000. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഫേവറബിൾ ഇവന്റ് ആണ്. കാരണം കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ, 50,000 ഉള്ളൂ. ഇത് ഓവർകം ചെയ്യാൻ ഇവിടെ 1,50,000 കറണ്ട് അസറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൊപ്പോർഷൻ കാണുമ്പോൾ 1,50,000 ദാറ്റ് ഈസ് കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 3 ടൈംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്കൻഡ് ഫാക്ട് എല്ലായ്പ്പോഴും എന്തുണ്ടായിരിക്കും, 1 ആയിരിക്കും. 3:1. സ്റ്റാൻഡേർഡ് എത്ര, കറണ്ട് അസറ്റ് കറണ്ട് റേഷ്യോന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 2:1 ആണ്. അതായത് 2 ടൈംസ് കറണ്ട് ലാബിലിറ്റിന്റെ വോളിയം 1 ആയിരിക്കുമ്പോൾ കറണ്ട് അസറ്റിന്റെ വോളിയം 2 ടൈംസ് ആണ്. ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്ത് കൊടുത്ത എന്താ സ്ഥിതി, കറണ്ട് ലാബിലിറ്റിന്റെ വോളിയം 1 ആണെങ്കിൽ കറണ്ട് അസറ്റിന്റെ വോളിയം 3 ടൈംസ് ആണ്. മോസ്റ്റ് ഫേവറബിൾ ഇവന്റ് ആയിട്ടാണ് ഈ ഒരു ഇവന്റിൽ ട്രീറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രൊപ്പോർഷൻസ് ഫൈൻഡ് ചെയ്ത് പോവാം. രണ്ടാമത്തെ ഫാക്ട് എന്താ പറയുന്നത്, പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കുക, എല്ലാ ഫാക്ടിന്റെയും കൂടെ എന്ത് ചെയ്യുന്നു, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. അതായത് എത്ര പെർസെൻറ്റേജ് ഉണ്ട് അസറ്റ് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട് ലാബിലിറ്റീസ് എന്ന് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പെർസെൻറ്റേജ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. റേഷ്യോ മേ ബി എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. റേഷ്യോ നമുക്ക് പെർസെൻറ്റേജിലും എക്സ്പ്രസ് ചെയ്യാം. സപ്പോസ് സെയിൽസ് ഓഫ് ദി യൂണിറ്റ്, ഒരു ഫോമിന്റെ സെയിൽസിന്റെ വോളിയവും അതുപോലെ നെറ്റ് പ്രോഫിറ്റിന്റെ വോളിയവും നെറ്റ് പ്രോഫിറ്റിന്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതോടെ നെറ്റ് പ്രോഫിറ്റിന്റെ റേഷ്യോ എത്ര ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ചെയ്യാൻ പറ്റും. സപ്പോസ് സെയിൽസ് ₹4 lakh, സെയിൽസ് 4 lakh ആണ്. ദെൻ നെറ്റ് പ്രോഫിറ്റ് 80,000. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് 80,000 ആണ്, സെയിൽസ് 4 lakh ആണ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് ഇതിന്റെ നെറ്റ് പ്രോഫിറ്റിന്റെ റേഷ്യോ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇവിടെ ചെയ്യേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും എന്ത് ചെയ്യണമുണ്ട്, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഹിയർ 80,000 net profit divided by sales ₹4 lakh, then into 100. Okay, then 20%. 80,000 then 4 lakh will get 20%. അപ്പോൾ ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് പെർസെൻറ്റേജിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തപ്പോൾ 20% ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈമിൽ ടൈംസ് എക്സ്പ്രസ് ചെയ്യുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത് ടൈംസിലാണ്. എങ്ങനെയാണ് ടൈംസിൽ എക്സ്പ്രസ് ചെയ്യുക, അതായത് ഒരു വാല്യൂ അത് മറ്റൊരു വാല്യൂമായിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുമ്പോൾ അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ എത്ര ടൈംസിലാണ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുള്ളത് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹിയർ ദ റേഷ്യോ ഈസ് എക്സ്പ്രസ്ഡ് in a number of times a particular figure is compared with another figure. മറ്റൊരു ഫിഗറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫിഗർ എത്ര ടൈംസിലാണ് അത് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഹയർ പൊസിഷനിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫേമിന്റെ സെയിൽസും അതുപോലെ അതിന്റെ ഫിക്സഡ് അസറ്റ്സും തമ്മിലുള്ള
റേഷ്യൂസ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ റേഷ്യൂസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ടൈംസ് ആണ്. അപ്പോൾ ഫിക്സ്ഡ് അസറ്റ്സിന്റെ വോളിയവും അതുപോലെ സെയിൽസിന്റെ വോളിയവും ഏത് രീതിയിലാണ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഒരു ഫേമിന്റെ ഫിക്സ്ഡ് അസറ്റ്സ് 1 lakh, ഫിക്സ്ഡ് അസറ്റ്സ് 1 lakh, then സെയിൽസ് 4 lakh. സെയിൽസ് 4 lakh. ഓക്കെ, അപ്പോൾ സെയിൽസിന്റെ വോളിയം 4 lakhും ഫിക്സ്ഡ് അസറ്റ്സിന്റെ വോളിയം 1 lakhുമാണ്. അപ്പോൾ ഇതിന് നമ്മൾ എത്ര ടൈംസിലാണ് ഇത് ഇൻക്രീസ് ചെയ്ത് പോയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ സെയിൽസിന്റെ വോളിയം ഫിക്സ്ഡ് അസറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വോളിയം കൂടുതലാണോ കുറവാണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് അസറ്റ്സ് എത്രയേ ഉള്ളൂ? 1 lakh. അതേസമയം സെയിൽസ് ഉണ്ടാക്കിയിട്ടുള്ളതോ 4 lakh. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ടൈംസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ദാറ്റ് മീൻസ് സെയിൽസ് 4 lakh ആണ്, സെയിൽസ് 4 lakh. പക്ഷെ ഫിക്സ്ഡ് അസറ്റ്സ് നമ്മൾ എത്ര യൂസ് ചെയ്തിട്ടുള്ളൂ? 1 lakh. ഓക്കെ, അപ്പോൾ 4 ടൈംസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് നമുക്ക് ഫേവറബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സെയിൽസിന്റെ വോളിയം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിക്സ്ഡ് അസറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് സെയിൽസിന്റെ വോളിയം 4 ഇരട്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫോർത്ത് ഇവന്റ് ആണ് ഫ്രാക്ഷൻ. ഫ്രാക്ഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേഷ്യൂസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ റേഷ്യൂസ് എക്സ്പ്രസ്ഡ് ഇൻ ഫ്രാക്ഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ, ഒരു ഫേമിന്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു 3 lakh rupees ആണെന്ന് കരുതുക. അതേസമയം ആ ഫേമിന്റെ ഫിക്സ്ഡ് അസറ്റ്സ് ഒരു 2,40,000 ആണ്. അപ്പോൾ ഫിക്സ്ഡ് അസറ്റ്സ് എത്രയാണ്, അതുപോലെ ആ ഫേമിന്റെ ഷെയർ ക്യാപിറ്റലിന്റെ വോളിയം. അതായത് നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് വാങ്ങിക്കുക? ഫിക്സ്ഡ് അസറ്റ്സ് വാങ്ങിക്കുക. അപ്പോൾ ആ ഷെയർ ക്യാപിറ്റലിന്റെ വോളിയം എത്ര ഉണ്ടായിരുന്നു, അതിൽ എത്ര മാത്രം ഫിക്സ്ഡ് അസറ്റ്സ് ആണ് നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫിക്സ്ഡ് അസറ്റ്സ് ഒരു 2,40,000, ഫിക്സ്ഡ് അസറ്റ്സ് 2,40,000ഉം ഫിക്സ്ഡ് അസറ്റ്സ് 2,40,000. ദെൻ ഷെയർ ക്യാപിറ്റൽ 3 lakh. ഓക്കെ, അപ്പോൾ ഇത് ഫ്രാക്ഷനിലൂടെയാണ് നമ്മളത് ഈ റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ 3 lakh, ദെൻ ഫിക്സ്ഡ് അസറ്റ്സ് 2,40,000. അപ്പോൾ ഫ്രാക്ഷൻ ഫൈൻഡ് ചെയ്യുമ്പോൾ ഫിക്സ്ഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ എത്ര ഷെയർ ക്യാപിറ്റലിന്റെ വോളിയം ഉണ്ടോ അതിൽ എത്ര മാത്രം ഫിക്സ്ഡ് അസറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫിക്സ്ഡ് അസറ്റ്സ് എത്ര? 2,40,000 ഡിവൈഡഡ് ബൈ 3 lakh. ഓക്കെ, then 2,40,000, then 3 lakh, 24, then 30, 3 ഉണ്ടാവുമ്പോൾ 8, then 10, again 2 by 5, sorry 4 by 5, 4 by 5. So 4 by 5 is the fraction. ഓക്കെ, അപ്പോൾ ഈ ഫിക്സ്ഡ് അസറ്റ്സിന്റെ വോളിയം 2,40,000 ആണ്, അതിൽ ഷെയർ ക്യാപിറ്റലിന്റെ വോളിയം 3 lakh ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്ര? 4 by 5 ആണ്. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷനിലൂടെയും ടൈംസിലൂടെയും പെർസെൻറ്റേജിലൂടെയും പ്രൊപ്പോർഷനിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും? റേഷ്യൂസ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പോൾ സാധാരണ കേസിൽ നമ്മൾ മേജർലി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ആണ്. ദാറ്റ് മീൻസ് ഓരോ അസറ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ ലാബിലിറ്റിൻ്റെയും അതുപോലെ ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഇവൻറ്റിനെയും നമ്മൾ എക്സ്പ്രസ് ചെയ്തു പോകുന്നത് ഈ പറയുന്ന പ്രൊപ്പോർഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ? താങ്ക് യു.